ഒരു ദുആയാണ് ഈ ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത്. ഹദീസ് നമുക്ക് വായിക്കാം. അൻ ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമാ ഖാല ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദഉ ഹൗലാഇൽ കലിമാത്തി ഇദാ അസ്ബഹ വഇദാ അംസാ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي اللهم استر عوراتي وآمن روعاتي اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك من أن أغتال من تحتي. നസാഇ ഇബ്നു മാജ. ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസാണ്. ഇമാം അഹ്മദ്, ഇമാം ഹാക്കിം, ഇമാം അബൂദാവൂദ്, നസായി, ഇബ്നു മാജ തുടങ്ങി ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് രേഖപ്പെട്ട് വന്നിട്ടുണ്ട്. മിക്കവാറും റിപ്പോർട്ടുകളെല്ലാം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നതും. അൻ ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട്. ഇബ്നു ഉമർ പേര് അബ്ദുല്ലാഹിബ്നു ഉമർ എന്നാണ്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ 4 അബ്ദുള്ളമാരെ അല്ലെങ്കിൽ 5 അബ്ദുള്ളമാരെ പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞു അതിൽപ്പെട്ട ഒരു അബ്ദുല്ലാഹിബ്നു ഉമർ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സ്വഹാബിമാർ പ്രമുഖരാണ്, പക്ഷെ അതിലെ ചെറിയ തലമുറയിൽപ്പെട്ടവരാണ്. സിഗാറു സ്വഹാബ എന്ന് പറയുന്ന സ്വഹാബത്തിലെ സിഗാർ, അതിലെ ചെറിയ ആ ഒരു തലമുറ അതിൽപ്പെട്ടതാണ് അബ്ദുല്ലാഹിബ്നു ഉമറൊക്കെ. കിബാറുണ്ട്, ഉസ്തയുണ്ട്, സിഗാറുണ്ട്. സ്വഹാബത്ത് താബികളൊക്കെ അങ്ങനെ വേർതിരിക്കാറുണ്ട്. പ്രായവും അതേപോലെ നബിയുള്ള സഹവാസവും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ കാറ്റഗറിയാക്കി തിരിക്കാറുള്ളത്. അതിൽ കിബാറു സ്വഹാബ എന്ന് പറയുമ്പോൾ മുതിർന്ന സ്വഹാബിമാർ, ഉസ്ത എന്ന് പറയുമ്പോൾ രണ്ടിനും ഇടയിലുള്ള ഒരു മധ്യമ തലമുറ. സിഗാറു സ്വഹാബ എന്ന് പറയുമ്പോൾ സ്വഹാബിമാരിൽപ്പെട്ട സ്വഗീർ, സിഗാർ ചെറിയവർ, അത് നബിയുടെ കൂടെ ജീവിച്ചു എന്നാൽ ചെറിയ പ്രായത്തിൽ, അന്നൊക്കെ ചെറിയ കുട്ടികളായി ചെറുപ്പക്കാരായി ഉണ്ടായിരുന്ന ആളുകൾ, അവരാണ് സിഗാറു സ്വഹാബ എന്ന് പറയുന്നത്. ഇബ്നു അബ്ബാസൊക്കെ അതിൽപ്പെട്ടതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. എന്നാൽ വലിയ ബുദ്ധിസാമർഥ്യവും അറിവും നബിയിൽ നിന്ന് ഒരുപാട് അറിവുകൾ നേടലും നബിക്ക് ശേഷം ദീർഘമായ കാലം അവർ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകിയതുമൊക്കെയാണ് അവരിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബിയുടെ 43-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ജനിക്കുന്നത്. നബിയായി 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇബ്നു ഉമർ ജനിക്കുന്നത് മക്കയിൽ വെച്ച്. അപ്പം നബിയുടെ 43-ാമത്തെ വയസ്സിൽ അദ്ദേഹം ജനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ 83-ാമത്തെ വയസ്സിൽ, അദ്ദേഹത്തിൻ്റെ 83-ാമത്തെ വയസ്സിൽ അഥവാ ഹിജ്റ 73-ൽ അദ്ദേഹം മരണപ്പെടുന്നു. അപ്പം 83 കൊല്ലം ഇബ്നു ഉമർ ജീവിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ അന്ന് എല്ലാവരും ആദരിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന ഒരു പ്രകൃതം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. വലിയ പാണ്ഡിത്യമുള്ള ആളായി ധാരാളം ഫത്വകൾ നൽകിയ സ്വഹാബിമാരിൽപ്പെട്ടവരാണ് ഇബ്നു ഉമർ. എല്ലാ സ്വഹാബിമാരും ഫത്വ നൽകിയിട്ടില്ല. 100,000-ലേറെ സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അതിൽ ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹ് പറഞ്ഞ പ്രകാരം ഏകദേശം 130ഓളം സ്വഹാബിമാരാണ് ഫത്വ നൽകിയിട്ടുള്ളത്. ഒറ്റപ്പെട്ട ചോദ്യത്തിന് ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ടാവാം എന്നല്ലാതെ കൂടുതൽ അങ്ങനെ സമൂഹത്തിന് നേതൃത്വം നൽകി സമൂഹം എന്ത് ചോദിച്ചാലും പറഞ്ഞെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ വലിയ അറിവുള്ളവരായി മാറിയ സ്വഹാബിമാർ 130ഓളം സ്വഹാബിമാരെയാണ് അങ്ങനെ ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹ് എണ്ണിപ്പറഞ്ഞ് കാണുന്നത്. അതിൽപ്പെട്ടവരാണ് പിന്നെ ഇബ്നു ഉമറൊക്കെ. 4 ഖലീഫമാർ അതിൽപ്പെട്ടവരാണ്. അതേപോലെ പ്രഗതിപരായ പല സ്വഹാബിമാരും അതിൽപ്പെട്ട സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അപ്പോൾ ആളുകൾ എന്തിനും ഒരു മസ്അല തേടി വന്നിരുന്ന സ്വഹാബത്തിൽപ്പെട്ടവരാണ് അവരൊക്കെ. പല നാടുകളിൽ നിന്നൊക്കെ അവരെ തേടി വരും. പ്രത്യേകിച്ച് ഹജ്ജിൻ്റെ സീസണിലൊക്കെ ഹജ്ജിനൊക്കെ വരുന്ന ആളുകൾ പലപ്പോഴും ഹജ്ജ് വരുമ്പോൾ തന്നെ കൂടെ ഒരു ഉദ്ദേശം കൂടി ഇവരൊക്കെ ഒന്ന് കാണുക, അവരെ കൂടെ കുറച്ച് ദിവസം ഒന്ന് ഇടപഴകുക, കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് പഠിച്ചു പോവുക എന്ന ഉദ്ദേശത്തിൽ തന്നെ ഇവർ ലക്ഷ്യം വെച്ചുകൊണ്ട് ധാരാളം ആളുകൾ വരാറുണ്ട്. ഒരുപാട് ശിഷ്യന്മാർ അവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ കാലഘട്ടങ്ങളിൽ പിഴച്ച സംഘങ്ങൾക്കൊന്നും അധികം തലപൊക്കാനെന്ന് സാധിച്ചിട്ടുമില്ല. കാരണം അവരൊക്കെ അതിശക്തമായി ആ രംഗത്തിറങ്ങുകയും അവർക്കെതിരെ നിലപാട് പ്രഖ്യാപിക്കുകയും സമൂഹത്തിന് കൃത്യമായ ദിശാബോധം നൽകുകയും ചെയ്തവരാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയെ പോലുള്ള പ്രഗത്ഭരായ സ്വഹാബി.